അങ്ങനെയാ ഞാൻ ശലഭങ്ങളിലെത്തുന്നത്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ അവിടെ ആദ്യ അസസ്മെന്റ് നടത്തി. ഒബ്സർവേഷൻ സെഷനെ കുറിച്ചും മോൾക്ക് നൽകേണ്ട പരിശീലനങ്ങളെക്കുറിച്ചും തെറാപ്പികളെക്കുറിച്ചും എല്ലാം അവരെന്നോട് വ്യക്തമായി പറഞ്ഞു നൽകി. പക്ഷേ ഈ സമയമെല്ലാം എൻ്റെ ആദ്യം ഫീസിനെ കുറിച്ചായിരുന്നു. എങ്ങനെ ഞാൻ ഫീസ് കൊടുക്കും? അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ PROയോട് പറഞ്ഞു. ആ സമയം PRO പറഞ്ഞ വാക്കുകൾ എനിക്ക് എത്ര ആശ്വാസമായെന്നോ. കാശില്ലാത്തതുകൊണ്ട് ആർക്കും ചികിത്സ മുടങ്ങരുത്. ഇത് ലാഭത്തിനുള്ളൊരു സ്ഥാപനമല്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല സൗകര്യവും ചികിത്സയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ചെലവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഫീസ്. ക്രിസ്മസ് ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ജനിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്തവനായിരുന്നല്ലോ യേശു. ആ യേശു മറ്റുള്ളവർക്ക് ഇടം ഒരുക്കാൻ ശ്രമിച്ച ആളും. അതിൻ്റെ തുടർച്ചയാണ് ഈ സ്ഥാപനം. പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ സ്കോളർഷിപ്പ് ഫോം ഉണ്ട്, ഞാനത് തരാം. ശലഭങ്ങളാണോ കുഞ്ഞിനെ ഇങ്ങനെ മിടുക്കിയാക്കിയത്? ഏയ്, അങ്ങനെ പറയാൻ ശലഭങ്ങൾ സമ്മതിക്കില്ല. അവര് പറയുന്നത് മാതാപിതാക്കളാ പ്രധാന തെറാപ്പിസ്റ്റുമാരെന്നാ. മാതാപിതാക്കളെ ശാസ്ത്രീയമായി സഹായിക്കുക മാത്രമാ അവര് ചെയ്യുന്നതെന്ന്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ.
എന്നും